ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, നിയമസഭാ സ്പീക്കർ, എൻ്റെ സുഹൃത്തു കൂടിയായ എൻ ഷംസീർ, പിന്നെ നമ്മുടെ അതിഥി സംസ്ഥാനത്തിൽ നിന്ന് വന്ന നിയമസഭാ സ്പീക്കർ ശ്രീ UT ഖാദർ ഫരീദ്, വേദിയിലിരിക്കുന്ന നമ്മുടെ സ്വന്തം മന്ത്രിമാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു അവിസ്മരണീയമായ മുഹൂർത്തമാണ്. ഒരുപക്ഷെ ഞാൻ എന്നും ഓർക്കുന്ന ഒരു നിമിഷം. ഈ നിമിഷം എനിക്ക് നൽകിയതിൽ ഞാൻ നമ്മുടെ സർക്കാരിനോടും നിയമസഭയോടും നന്ദി പറയുന്നു. ഇത് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായി തുടരും. ഒരു നിയമസഭ വലിയൊരു പുസ്തകോത്സവം നടത്തുക, ഏതെങ്കിലും ഒരു നിയമസഭ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകത്തിൽ ഒരു നിയമസഭയും ഒരു പുസ്തകോത്സവം നടത്തിയായി എവിടെയും രേഖപ്പെടുത്തിയായി എനിക്കറിയില്ല. അതുപോലെ തന്നെയാണ് ഒരു നിയമസഭ ഒരു എഴുത്തുകാരന് ഒരു പുരസ്കാരം നൽകുന്നതും അങ്ങനെ എഴുത്തുകാരനെ ആദരിക്കുന്നതും. അതും ലോകത്തിൽ എവിടെയെങ്കിലും നടന്നതായി എനിക്ക് അറിയില്ല. പക്ഷേ അത് ഒരു മാതൃകയാണ്, മറ്റുള്ളവർക്ക് അനുകരിക്കാനുള്ളതാണ്. നമ്മുടെ അയൽ സംസ്ഥാനം കർണാടക അത് അനുകരിച്ച് കഴിഞ്ഞു. അതിൽ നമുക്ക് സന്തോഷിക്കാം. കാരണം തീർച്ചയായിട്ടും അത് സന്തോഷിക്കാനുള്ള ഒരു മുഹൂർത്തമാണ്. ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് കാലം എത്രയോ ആയി, 1 2 60ഓളം വർഷങ്ങൾ. പിന്നെ എഴുതിയാണ് എനിക്ക് വാർദ്ധക്യം വന്നത്. എൻ്റെ തല നരച്ചതും എഴുതിയാണ്. എഴുതിയിട്ടില്ലെങ്കിൽ എൻ്റെ തലമുടി ഇപ്പോഴും കറുത്തിരിക്കുമായിരുന്നു. അക്ഷരങ്ങളിലൂടെയുള്ള ഈ സഞ്ചാരം എളുപ്പമായിരുന്നില്ല. എല്ലാ ദീർഘയാത്രകളിലും എന്ന പോലെ എൻ്റെ യാത്രയും ദുർഘടമായി. ആദ്യകാലത്ത് തടസ്സങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലായിടത്തും അടഞ്ഞ വഴികളായിരുന്നു. എന്നിട്ടും യാത്ര തുടർന്നു. അതിന് സാധിച്ചത് നാട്ടുകാരുമാണ്. പിന്നെ നാട്ടുകാരുടെയും സഹകരണമില്ലാതെ എഴുത്തുകാരന് മുമ്പോട്ട് പോകുവാൻ കഴിയില്ല. നാട്ടുകാരും മാത്രമല്ല, ചിലപ്പോൾ സർക്കാരും എഴുത്തുകാരന് ആവശ്യമാണ്. എഴുത്തുകാർ സർക്കാരിന് ബലം നൽകും എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. മറിച്ചും സംഭവിക്കാം. സർക്കാർ എഴുത്തുകാരനും ബലം നൽകും. അതിനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കുറേ മുമ്പ് ഞാൻ ഡൽഹിയിൽ നിന്ന് എൻ്റെ ഡൽഹി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നപ്പോൾ സർക്കാർ എനിക്ക് നൽകിയ സാഹിത്യ അക്കാദമി അധ്യക്ഷ പദവിയാണ്. തകഴി ശിവശങ്കരപ്പിള്ളയും MT വാസുദേവൻ നായരും വരുന്ന ഒരു സ്ഥാനമാണ്. അതും എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവസാനം ഈ ദുർഘടമായ യാത്രയിൽ കൂടെ മുമ്പോട്ട് പോയി ഞാൻ ഇവിടെ എത്തി. കേരള നിയമസഭയുടെ ആദരവ് ഏറ്റുവാങ്ങാനായി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു.